റാഞ്ചി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ കിങ് കോഹ്ലി ആളിപ്പടരുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഫസ്റ്റ് ആ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് ഒക്കെ സച്ചിൻ ചെയ്ത പോലെ എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ സെയിം നമ്മുടെ രോഹിത് ശർമ്മ, രണ്ടുപേരും മാറി മാറി സിക്സർ അടിക്കാൻ മത്സരിക്കുകയായിരുന്നു. രോഹിത് ശർമ്മയുടെ ഒരു ക്യാച്ച്, ഈസി ക്യാച്ച് വിട്ടിരുന്നു. എന്നാലും അദ്ദേഹം അതിനുശേഷം നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഒരു സമയത്ത് 22 ഓവറൊക്കെ ആയപ്പോൾ ഇന്ത്യ 150 എത്തിയപ്പോൾ ഏകദേശം 400 അടുത്ത് റൺസ് കിട്ടുമെന്ന് കരുതി. എങ്കിലും 349 എന്നുള്ള സ്കോറിൽ എത്താൻ പ്രധാനമായിട്ടും കാരണം കിങ് കോഹ്ലി, അതുപോലെ തന്നെ ലാസ്റ്റ് വന്ന അടിച്ച നമ്മുടെ KL രാഹുൽ, അതുപോലെ നമ്മുടെ ജയ്സ്വാളിനൊരു തുടക്കം കിട്ടിയിരുന്നു. അദ്ദേഹം നന്നായിട്ട് ബാറ്റ് ചെയ്യുമെന്ന് കരുതി, പക്ഷേ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് ഒരു നല്ല ബോളിലാണ് പോയത്. അതുപോലെ ലാസ്റ്റ് വന്നിട്ട് ജഡേജ നന്നായിട്ട് ബാറ്റ് ചെയ്തു. 350 എന്നുള്ള ഒരു ടാർഗറ്റാണ് വെച്ചിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിൽ ഇപ്പോൾ തുടക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഹർഷിത് റാണ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ 2 വിക്കറ്റ് എടുത്തു. മികച്ച രീതിയിലുള്ളൊരു തുടക്കമാണ് ഇന്ത്യൻ ബൗളേഴ്സ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഹർഷദീപ് സിംഗ് ആണെങ്കിലും നന്നായിട്ട് തന്നെ ബോൾ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ അവർക്കൊരു തുടക്കം കിട്ടി. അപ്പം കോൺഫിഡൻസ് വർദ്ധിക്കാനും പ്രധാനമായിട്ടുള്ള കാരണം ഈ റോക്കോ കോമ്പിനേഷൻ അവർ രണ്ടുപേരും ആ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫീൽഡേഴ്സിൻ്റെ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കാൻ കാരണമാകും. ഈ ഒരു കളി ജയിക്കാനുള്ള സാധ്യതയാണ് മിക്കവാറും കാണുന്നത്. കാരണം ഒരു നല്ലൊരു 100 റൺസിനെങ്കിലും ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.